എല്ലാവർക്കും സുഭാഷിതം ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പരമാവധി ആളുകളെ ഞങ്ങൾക്ക് അംഗങ്ങളാക്കി തരിക. അതുപോലെ സംഭാവനകൾ ചെറുതും വലുതും അയക്കാൻ ഗൂഗിൾ നമ്പറുണ്ട്. പരസ്യങ്ങളും നിർദ്ദേശങ്ങളും ആവലാതികളും അയക്കാൻ വാട്സപ്പ് നമ്പറുണ്ട്. ഏകദേശം 30-36 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് കറക്റ്റ് പറഞ്ഞാൽ 1989 ജനുവരി 16 ഞാനൊക്കെ ചെറുപ്പമായിരുന്ന കുട്ടിയായിരുന്ന കാലത്ത് ഇറങ്ങുന്ന എല്ലാ സിനിമകളിലും ഉള്ള നടനായിരുന്നു പ്രേം നസീർ. പ്രേം നസീറിൻ്റെയും ഷീലയുടെയും ജയഭാരതിയുടെയും ശ്രീലതയുടെയും അങ്ങനെ തുടങ്ങിയ നടീനടന്മാരുടെയൊക്കെ മരഞ്ചുറ്റി പ്രേമവും പ്രണയവുമൊക്കെ മലയാളിക്ക് നൽകിയത് മറ്റൊരു കലയുടെ ആസ്വാദ്യമായിരുന്നു. കഥയുണ്ടോ എന്ന് ചോദിച്ചാൽ കുടുംബ കഥകളാണ്. കരിപുരണ്ട ജീവിതങ്ങൾ മുതലുള്ള വലിയ കുടുംബകഥകളാണ്. കുടുംബത്തിനകത്തുള്ള ലക്ഷ്മിയായിട്ടൊക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമകളുണ്ട്. സിനിമാ നടൻ ലക്ഷ്മിയായിട്ടൊക്കെ വളരെ KR വിജയ, എത്ര പേരുടെ ആയിട്ടാണ് അഭിനയിച്ചത്. ശാരദ, അങ്ങനെ പറഞ്ഞാൽ മലയാളത്തിലെ തലയെടുപ്പുള്ള എല്ലാ നടിമാരോടൊപ്പം അഭിനയിച്ച് വളരെ വലിയ തോതിൽ നിത്യഹരിത നായകൻ, എവർ ഗ്രീൻ ഹീറോ. ഇന്നത്തെ പോലെയുള്ള മെഗാസ്റ്റാർ മമ്മൂട്ടിയാണെങ്കിൽ ഇപ്പുറത്തെ സൂപ്പർ സ്റ്റാർ, അല്ല മെഗാസ്റ്റാർ മോഹൻലാൽ ആണെങ്കിൽ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി, അങ്ങനെ ഒരു ഇക്വേഷനൊന്നും അല്ല. ഒരേ ഒരു പേരേ ഉള്ളൂ, പ്രേം നസീർ. നസീറിന് പകരം നസീർ മാത്രം. നസീറും അടൂർ ഭാസിയും ബഹദൂറും കൂടെയൊക്കെ ചേർന്ന്, KP ഉമറും ഒക്കെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ പുകയാണ് അന്നത്തെ സിനിമകൾ. ആ പ്രേം നസീർ മരിച്ചിട്ട് ഏകദേശം 36 വർഷം കഴിഞ്ഞിട്ടും ഏതെങ്കിലും ഒരു തിയേറ്ററിന് അദ്ദേഹത്തിൻ്റെ പേരിടാനോ ഒരു സ്മാരകം നിർമ്മിക്കാനോ കഴിഞ്ഞില്ല. ഞാനിത് പറയുന്നത് ഇത് പറയുന്ന കാര്യം 2021 15,000 സ്ക്വയർ ചതുരശ്ര അടിയിൽ ഒരു കെട്ടിട സ്മാരകമൊക്കെ പണിയാനുള്ള പ്രവർത്തനങ്ങൾ ചിറയൻകീഴ് കൂന്തള്ളൂരിൽ ആരംഭിച്ചെങ്കിലും തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴിനടുത്തുള്ള കൂന്തള്ളൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രേം നസീർ ജീവിച്ചിരുന്നത്. അവിടെ അദ്ദേഹത്തിനൊരു സ്മാരകം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച മകൻ ഷാനവാസ് കഴിഞ്ഞ ദിവസം മരിച്ചുപോയി. അതുകൊണ്ടാണ് ഈ വീഡിയോയ്ക്ക് ഒരു പ്രസക്തി വരുന്നത്. അപ്പോൾ തൻ്റെ വാപ്പയുടെ എന്നല്ല, മലയാളത്തിൻ്റെ നിത്യഹരിത നായകനായിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ സിനിമാ നടൻ, സിനിമാ നായകൻ, സിനിമയിലെ നായകൻ ഈക്വൽ ടു പ്രേം നസീർ എന്ന് പറയാവുന്നു. പിന്നെ സത്യനും ഉണ്ട്. ആ കാലഘട്ടത്തിൽ സത്യനും ഉണ്ടെങ്കിലും എല്ലാ ചിത്രങ്ങളിലും മിക്കവാറും നസീറിൻ്റെ ചിത്രങ്ങൾ തന്നെയായിരുന്നു വളരെ മുമ്പിൽ നിന്നത്. ആ നസീറിന് വേണ്ടി ഒരു സ്മാരകം ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹം സാധിക്കാതെ മകൻ പോകുന്നു. അതിനോട് നമ്മുടെ ചാനലും ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമല്ലോ. എന്തായാലും വളരെ അടിയന്തരമായ ഒരു പഠന ഗവേഷണ കേന്ദ്രമായി സിനിമയ്ക്ക് ഇപ്പോൾ ഇവിടെ പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക് പരിശീലനം കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പറയുന്നുണ്ടല്ലോ. അടൂർ ഗോപാലകൃഷ്ണൻ സാറിനെ പോലുള്ള ആളുകൾ പറയുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് പ്രേം നസീറിൻ്റെ സ്മാരകത്തിൽ ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൂടാ? 15,000 സ്ക്വയർ ഫീറ്റ് ചതുരശ്ര അടിയിലൊക്കെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ എന്തുകൊണ്ട് അത്തരം കാര്യങ്ങൾ ആലോചിച്ചുകൂടാ? ഒരു ഫിലിം അക്കാദമി തന്നെ, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ആലോചിച്ചുകൂടാ? അല്ലെങ്കിൽ ഈ ആളുകളെ പരിശീലിപ്പിക്കുന്നുണ്ട്, പുതിയ തലമുറയിൽപ്പെട്ടവരെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും സെമിനാറുകളും ചർച്ചകളും പ്രഭാഷണങ്ങളും ഒക്കെ നടത്തുന്ന മനോഹരമായ ഒരു കലാകേന്ദ്രമാക്കി എന്തുകൊണ്ട് മാറ്റിക്കൂടാ? പക്ഷേ 36 വർഷമായിട്ടും നമ്മളങ്ങനെ ചിന്തിക്കുന്നില്ല. നമുക്ക് വിവാദങ്ങൾ ഉണ്ടാക്കാൻ വലിയ ആവേശമാണ്. അമ്മയിൽ പോലും വലിയ വിവാദമാണ്. ആര് ട്രഷറർ ആവണം, പ്രസിഡൻ്റ് ആവണം. അതുപോലെ തന്നെ മലയാള സിനിമയിലാണെങ്കിൽ കാസ്റ്റ് കൗച്ചിങ് എന്നൊക്കെ പറഞ്ഞ് സ്ത്രീകളെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് വേറെ വിവാദങ്ങളാണ്. എത്രയോ മഹാരഥന്മാർ, സത്യനും നസീറും ഉമ്മറും ബഹദൂറും അടൂർ ഭാസിയൊക്കെ അടക്കമുള്ള, ശങ്കരാടി അടക്കമുള്ള വലിയ മഹാരഥന്മാർ ഉരുട്ടിക്കൊണ്ടുപോയ വാഹനത്തെയാണ് ഇപ്പോൾ കുറച്ച് ആളുകൾ കയറി ഇരുന്ന് വല്ലാത്ത ബഹളം ഉണ്ടാക്കുന്നത്. അത് പോട്ടെ, നമ്മുടെ സബ്ജക്റ്റ് അല്ല. എന്നാൽ പോലും ഞാൻ പറയുന്നത്, അതുപോലെ ജഗതി ശ്രീകുമാർ ഒരു കാലഘട്ടത്തിൻ്റെ കോമഡി ഈക്വൽ ടു ജഗതി ശ്രീകുമാർ ആയിരുന്നു. പിന്നെ അദ്ദേഹം നായക നടനായിട്ടൊക്കെ അഭിനയിച്ചു. കോമഡി മാത്രമല്ല, നായകനായി, വില്ലനായി ഒരുപാട് തരത്തിൽ അഭിനയിച്ചു. പക്ഷേ എന്തായാലും പിന്നെ അദ്ദേഹത്തിന് ഒരു ഭാഗ്യക്കേട് കൊണ്ടൊരു അസുഖം വന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് അഭിനയിക്കാനൊന്നും കഴിയുന്നില്ല, സംസാരിക്കാനും കഴിയുന്നില്ല. അത് വേറെ വിഷയം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പ്രേം നസീറിൻ്റെ സ്മാരകം ആദ്യന്തരമായി തീരട്ടെ. ആ സ്മാരകം തീരട്ടെ. അത് കേരളത്തിൻ്റെ പുതിയ തലമുറയ്ക്കുള്ള പരിശീലനം കൊടുക്കുന്ന നല്ലൊരു സ്ഥാപനമായി വരട്ടെ. അങ്ങനെയെങ്കിലും നമുക്ക് പുതിയ സംവിധായകരും നടന്മാരും നടിമാരും ഒരുപാട് ഉണ്ടായി വരട്ടെ. നല്ല മൂല്യമുള്ള സിനിമകൾ ഉണ്ടാകട്ടെ. നല്ല സ്വഭാവ ദൂഷ്യമില്ലാത്ത വർഗത്തുള്ള പിള്ളേർ കയറി വരട്ടെ.